അതെ, നമ്മളിന്ന് പോകുന്നത് അൽ ഷെർക്കയിലെ നോർത്ത് ഗവർണറേറ്റിലുള്ള വിലായത്ത് ഓഫ് മുദേബയിലുള്ള അൽ റൗദയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. മുന്തിരിത്തോട്ടം കാണാനായിട്ടാണ് പോകുന്നത്. ഹലോ, അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടോ. നമ്മളിവിടെ എത്തിയപ്പോൾ നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പും നല്ല കാറ്റും മഴക്കാറുള്ളത് പോലെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വണ്ടി കൊണ്ടുപോകാനാണ് കേട്ടോ ആ ചേട്ടന്മാർ പറഞ്ഞത്. അപ്പോൾ നമ്മളാണെങ്കിൽ ഉള്ളിലോട്ട് പോവാണ് കേട്ടോ. അവിടെയുള്ള പണി ചെയ്യുന്ന ചേട്ടന്മാർ പറഞ്ഞു വണ്ടി കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി മുന്നിലോട്ട് പോകുന്നു കേട്ടോ. ചെന്നപ്പോൾ തന്നെ കാണുന്നത് ഈ മുന്തിരിത്തോട്ടമൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ടോ. അതേപോലെ തന്നെ ചെന്നപ്പോൾ നിറയെ ഈന്തൻ്റെ സൈഡിൽ കൂടെ രണ്ട് സൈഡിലും ഈന്തരായിരുന്നു കേട്ടോ, ഈന്തപ്പനകളാണേ. പിന്നെ അങ്ങോട്ട് മാറിയിട്ട് നമ്മുടെ നാട്ടിലെ പാടം പോലെ, പാടത്തിൽ നെല്ലല്ലെന്ന് മാത്രമേ ഉള്ളൂ, ആടിന് കൊടുക്കുന്ന ഒരുതരം പുല്ലാണെന്നാണ് തോന്നുന്നത് കേട്ടോ. നിറയെ കൃഷി ചെയ്തിരിക്കുക, കണ്ണെത്താ ദൂരത്ത് കൃഷിയാണ് കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ഉണ്ടല്ലോ നിറയെ ഈന്തം വെച്ച് പിടിപ്പിച്ചേക്കുക. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിലെ പാടത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നമ്മൾ തെങ്ങ് നടത്തില്ലേ, അതേപോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അതേപോലെ തന്നെ ഞങ്ങൾ വന്നപ്പോൾ ഈ മുന്തിരിക്കാലമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് അവിടെ ചേട്ടന്മാർ നമ്മുടെ അടുത്ത് പറഞ്ഞ കേട്ടോ. അതുകൊണ്ട് കുറച്ച് കുറവായിരുന്നു, എന്നാലും ഉണ്ടായിരുന്നു പഴുത്തതും പച്ചയായിട്ടുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം, വേണമെങ്കിൽ അവിടെ നിന്ന് പൈസ കൊടുത്താൽ വാങ്ങിക്കാം. അതല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് എൻട്രി ഫീയോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പറ്റില്ല. എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് 12 മണി തൊട്ട് 3 മണി വരെ നേരം അടവാന്ന് തോന്നുന്നു കേട്ടോ. അത്ര സമയത്ത് എനിക്ക് തോന്നുന്നു ലഞ്ച് ടൈം വല്ലതും ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു 4 മണി, ഏകദേശം 4 മണി സമയത്താണ് കേട്ടോ അവിടെ എത്തിയത്. പിന്നെ പറയാണ്ടിരിക്കാനായിട്ട് പറ്റില്ല, അവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര നല്ലതാണ് കേട്ടോ. എനിക്കൊന്ന് എപ്പോഴും അങ്ങനെയാണെന്ന് തോന്നുന്നത് അല്ലേ. ഇതാണ് കേട്ടോ നമ്മുടെ മുന്തിരിത്തോട്ടം, റുവായ്ദയിലുള്ള നമ്മുടെ അടിപ്പൻ മുന്തിരിത്തോട്ടമാണ് കേട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു മുന്തിരിത്തോട്ടമാണിത്. മുന്തിരിത്തോട്ടം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു സീസണൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുവാന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ കുറേ ആയിട്ടുള്ള ഗ്രേപ്സ് ഒക്കെ ഡ്രൈ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ പച്ചയുണ്ട്, എല്ലാം ഉണ്ട്. പറിക്കാറായതുണ്ട്, ഡ്രൈ ആയതുണ്ട്, പച്ചയുണ്ട്, എനിക്കറിയില്ല. പിന്നെ ഫിഗ് ഉണ്ട്, പിന്നെ ഇഷ്ടം പോലെ ഈന്തപ്പഴം ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഈന്തപ്പഴം. എനിക്കറിയത്തില്ല ഇവിടുത്തെ ക്ലൈമറ്റ്. ഇവിടെ ചെറുതായിട്ട് ഇപ്പോൾ മഴ കയറുന്നുണ്ട്, പക്ഷെ ക്ലൈമറ്റ് എന്താ പറയുക, പക്ക നമ്മുടെ നാട്ടിലെ ഒരു പാടത്തൊക്കെ പോയിരിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. നല്ല തണുപ്പും എന്നുവെച്ചാൽ ഭയങ്കര സ്വെറ്ററിൻ്റെ ടൈപ്പ് അല്ല, തണുപ്പല്ല ഉദ്ദേശിച്ചത്, അത്യാവശ്യം. അപ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമായിട്ട്. അതുപോലെ നിറയെ വാഴകളുണ്ട് കേട്ടോ. ഒരു തരം നമ്മുടെ നാട്ടിലെ റോബസ്റ്റ പോലത്തെ പൊക്കം കുറഞ്ഞ വാഴകളാണ് കേട്ടോ. നിറയെ ഇങ്ങനെ കാട് പിടിച്ചുണ്ടായി നിൽക്കുന്നത്. ഈ കാണുന്നതാണ് ഫിഗിൻ്റെ മരം. ദൈവമേ, ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഓർമ്മ പറിച്ച് തിന്നേക്കാന്ന് വിചാരിച്ച് അവിടെ പറിച്ച് ഇങ്ങനെ കഴിച്ചെന്ന് ഓർത്ത് കുഴപ്പമില്ല, നശിപ്പിക്കാണ്ടിരുന്നാൽ മതി. കഴിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് പുഴു ഉണ്ടായിരുന്നു. അപ്പോൾ കഴിക്കുന്നവർ സൂക്ഷിക്കണം കേട്ടോ. പിന്നെ തന്നെ കുറച്ച് കവുനൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് പോന്നേ.